ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? +1 റിവിഷൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. സോ ഫസ്റ്റ് ടേമിൽ ടോപ്പിക്സ് നിങ്ങൾ എക്സാമിനൊക്കെ പഠിച്ച് ഫസ്റ്റ് ടേം എക്സാമിനൊക്കെ പഠിച്ച് ഒരുവിധം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് which are the different types of excretion. Okay, so there are 3 types of excretions in animal kingdom, which are they? Ammonotelic, ureotelic and uricotelic. So 3 types of excretion are ammonotelic, ureotelic and uricotelic. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അമോണോടെലിക്കിലെ എക്സ്ക്രീറ്ററി വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ദാറ്റ് ഇസ് അമോണിയ. യൂറിയോടെലിക്കിലെ യൂറിയ ആൻഡ് യൂറിക്കോടെലിക് യൂറിക് ആസിഡ്. ഓക്കെ, ദെൻ ഇതിലെ ഏറ്റവും ടോക്സിസിറ്റി കൂടുതലാർക്കാ, ഏറ്റവും വിഷാംശം കൂടുതലാർക്കാ? അത് അമോണിയക്കാണല്ലേ. അമോണിയയുടെ അത്രയും ഇല്ലെങ്കിലും മീഡിയം ടോക്സിസിറ്റി ഉള്ള ആളാണ് യൂറിയ. ഏറ്റവും ടോക്സിസിറ്റി കുറവുള്ള ആളാണ് യൂറിക് ആസിഡ്. ഓക്കെ, നാ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ടോക്സിസിറ്റി കൂടുന്നതിനനുസരിച്ച് അത് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടറിൻ്റെ റിക്വയർമെൻറ്റും കൂടും. അതിൻ്റെ റീസൺ എന്താ? അത്രയും വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്കിത് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറിയ യൂറിൻ ഫോമിലാണല്ലേ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ വേണം അത് റിമൂവ് ചെയ്യാനായിട്ട്. സോ ലൈക്ക് ദാറ്റ് അമോണിയ ഇസ് ഹൈലി ടോക്സിക്. സോ അമോണിയ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹൈ റിക്വയർമെൻറ്റ് ഓഫ് വാട്ടർ ഇസ് വാട്ടർ നന്നായിട്ട് വേണം. ദെൻ യൂറിയയ്ക്ക് അത്രയും വാട്ടർ ആവശ്യമില്ല, മീഡിയം വാട്ടറാണ്. യൂറിക്കോടെലിക് വളരെ ലെസ് എമൗണ്ട് ഓഫ് വാട്ടറാണ് റിമൂവ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. നൗ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറയാം. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാറുണ്ട് എക്സാമ്പിൾസ്. സോ ഫസ്റ്റ് വൺ, ബോണി ഫിഷസ്. ഓക്കെ, അമോണോടെലിക്കിൻ്റെ എക്സാമ്പിളാണ് മെനി ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫിബിയൻസ് ആൻഡ് അക്വാട്ടിക് ഇൻസെക്ട്സ്. സോ അക്വാട്ടിക് വാട്ടറിൽ ജീവിക്കുന്നവരാണ്, ബിക്കോസ് ദ വാട്ടർ റിക്വയർമെൻറ്റ് ഈസ് ഹൈ. നൗ യൂറിയോടെലിക്കിന് എക്സാമ്പിൾസ് ആണ് മാമൽസ്, ഫ്രോഗ്, ഷാർക്ക്, ദെൻ ടെറസ്ട്രിയൽ ആംഫിബിയൻസ്, മെറൈൻ ഫിഷസ് ഒക്കെ യൂറിയോടെലിക്കിന് എക്സാമ്പിളാണ്. യൂറിക്കോടെലിക്ക് വരുന്നത് വാട്ടർ അവൈലബിലിറ്റി കുറച്ച് കുറവുള്ള ഓർഗാനിസംസ് ആണ്. ലൈക്ക് അവിടെ വേസ്റ്റ് അവരുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് പെല്ലറ്റ് അല്ലെങ്കിൽ പേസ്റ്റ് ഫോമിലൊക്കെ ആയിരിക്കും കേട്ടോ. വേസ്റ്റ് ഈസ് റിമൂവ്ഡ് ആസ് പെല്ലറ്റ് ഓർ പേസ്റ്റ് ഫോം. ഓക്കെ, സോ ബേർഡ്സ്, ഇൻസെക്ട്, റെപ്റ്റൈൽ, ലാൻഡ് സ്നെയിൽസ് ഇവരൊക്കെ വരുന്നത് യൂറിക്കോടെലിക്. സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സാധാരണ വരിക. ഓക്കെ, ഇത് 2022 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബൈ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ടേംസ് ഫ്രം ദ ബ്രാക്കറ്റ് complete the given table which is related with excretory system. Okay, so ammonia, ഇവിടെ അമോണിയ ആണ് നൈട്രോജീനസ് വേസ്റ്റ് തന്നിട്ടുള്ളത്. സോ വാട്ട് വിൽ ബി ദ ടൈപ്പ് ഓഫ് എക്സ്ട്രീഷൻ? ഇറ്റ് ഈസ് അമോണോടെലിക്. ഓക്കെ, അമോണോടെലിക്. നൗ അമോണോടെലിക് ഓർഗാനിസത്തിന് നമ്മൾ എക്സാമ്പിൾ ഏതാ പഠിച്ചത്? ഇതിൽ ബോണി ഫിഷ്. ഓക്കെ, സോ ഇ ഈസ് ബോണി ഫിഷ്. സോ അത് കംപ്ലീറ്റ് ആയി. നൗ യൂറിയോടെലിക്. സോ യൂറിയോടെലിക്കിൽ നൈട്രോജീനസ് വേസ്റ്റ് ഏതായിരിക്കും? യൂറിയ, സിമ്പിൾ. ഓക്കെ, യൂറിയ. നൗ ഇതിൽ നിന്ന് ആരാണ് യൂറിയോടെലിക് ഓർഗാനിസത്തിന് എക്സാമ്പിൾ വരുന്നത്? ദാറ്റ് ഇസ് മാമൽസ്. ഓക്കെ, നൗ ദ തേർഡ് വൺ, ബേർഡ്സ് എക്സാമ്പിൾ വരുന്നത് ദാറ്റ് ഇസ് യൂറിക്കോടെലിക്. ദെൻ യൂറിക്കോടെലിക് എക്സ്ട്രീഷനിൽ വിച്ച് ഈസ് ദ നൈട്രോജീനസ് വേസ്റ്റ്? ദാറ്റ് ഇസ് യൂറിക് ആസിഡ്. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമ്പിൾ ബേസ് ചെയ്ത് ചോദിക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി, ഇത് പ്രീവിയസ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെറസ്ട്രിയൽ ആനിമൽസ് ആർ ജനറലി യൂറിയോടെലിക് ഓർ യൂറിക്കോടെലിക് ആൻഡ് നോട്ട് അമോണോടെലിക്. സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. സോ വൈ ടെറസ്ട്രിയൽ ആനിമൽസ്? ടെറസ്ട്രിയൽ ആനിമൽസ് ആരാ? ലാൻഡിൽ ജീവിക്കുന്ന ആനിമൽസ്. അവർ ഐദർ യൂറിയോടെലിക് ഓർ യൂറിക്കോടെലിക് ആണ്, അമോണോടെലിക് അല്ല. അതിൻ്റെ ഒരു റീസൺ ആണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ദ റീസൺ ഈസ് ദാറ്റ് അമോണിയ ഈസ് എ ടോക്സിക് nitrogenous waste and അമോണിയ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് വാട്ടർ. ഓക്കെ, വാട്ടർ റിക്വയർമെൻറ്റ് ഈസ് ഹൈ. സോ ലോട്ട് ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ് ടു റിമൂവ് അമോണിയ ഫ്രം അവർ ബോഡി. ഓക്കെ,
സോ വാട്ടർ അവൈലബിലിറ്റി, വാട്ട് അബൌട്ട് ടെറസ്ട്രിയൽ ആനിമൽസ്, ലാൻഡിൽ ജീവിക്കുന്ന ആനിമൽസിന് വാട്ടറിൽ ജീവിക്കുന്ന ആനിമൽസിൻ്റെ അത്രയും വാട്ടർ അവൈലബിലിറ്റി ഇല്ല അല്ലേ. സോ ഇൻ ടെറസ്ട്രിയൽ ആനിമൽസ് വാട്ടർ അവൈലബിലിറ്റി ഈസ് ലെസ്. വാട്ടർ അവൈലബിലിറ്റി ഈസ് ലെസ്. സോ അതുകൊണ്ട് അവരുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന അമോണിയ ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഐദർ യൂറിയ ഓർ യൂറിക് ആസിഡ്. ഇനി എക്സാമ്പിൾസ് ചോദിച്ചാൽ നമുക്ക് പറയാം, നമ്മൾ തന്നെ എക്സാമ്പിൾ വെച്ച് പറയാം കേട്ടോ. യൂറിയോടെലിക് ദാറ്റ് ഇസ് മാമൽസ്. യൂറിയോടെലിക് എക്സാമ്പിൾ മാമൽസ്. സോ മാമൽസ് ടെറസ്ട്രിയൽ മോഡിലാണ്. മാമൽസിന് വാട്ടർ അവൈലബിലിറ്റി അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ അത്രയും വാട്ടർ അവൈലബിലിറ്റി ഇല്ല. സോ in their body the ammonia is converted into urea. ഓക്കെ, അപ്പോൾ വാട്ടർ അവൈലബിലിറ്റി, വാട്ടർ റിക്വയർമെൻറ്റ് അത് ബേസ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്താൽ. ദെൻ യൂറിക്കോട്ടലിക്, യു ക്യാൻ ഗീവ് ബേർഡ്സ് ആസ് ആൻ എക്സാമ്പിൾ. യൂറിക്കോട്ടലിക് ബേർഡ്സ്. സോ ബേർഡ്സിനും വാട്ടർ അവൈലബിലിറ്റി ഈസ് ലെസ്. സോ ഇൻ ദെയർ ബോഡി അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിക് ആസിഡ് ആൻഡ് എക്സ്ട്രീറ്റഡ് ഫ്രം ദ ബോഡി. അപ്പോൾ ആ ഒരു പാർട്ട് ക്ലിയർ ആക്കി വെക്കാം. ടൈപ്സ് ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് എക്സ്ട്രീഷൻ. യെസ്, ഇത് നമ്മൾ വേഗത്തിൽ, ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സാധാരണ വരിക. വേഗത്തിൽ നമ്മുടെ ആനിമൽ കിങ്ഡത്തിലെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ എക്സ്ട്രീറ്ററി സ്ട്രക്ചേഴ്സ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, നമ്മൾ സ്റ്റാർട്ടിങ് ആനിമൽ കിങ്ഡത്തിൽ ആദ്യം ആരാണ്? പോറിഫെറ, നിഡേറിയ, ടീനോഫോറ. അവർക്കൊന്നും പ്രോപ്പറായിട്ട് എക്സ്ട്രീറ്ററി സ്ട്രക്ചേഴ്സ് ഇല്ല. ദെൻ പ്ലാറ്റി ഹെൽമിന്തസ് മുതലാണ് കേട്ടോ നമ്മൾ പറയുന്നത്. So platyhelminthes, the excretory structures are flame cells. Okay, flame cells which is also called protonephridia. Flame cells എന്ന് ഓർത്തിരിക്കുക. So flame cells are present in platyhelminthes, rotifers, some annelids and cephalochordates. പക്ഷേ majority annelids, most annelids and earthworms, earthworm ഒക്കെ annelidയിൽ വരുന്നതാണ്. അവിടുത്തെ excretory structure that is nephridia. Then in cockroach the excretory structure is Malpighian tubules. In prawns, the excretory structure green glands or antennal glands. നമ്മുടെ ഹ്യൂമനിലെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ദാറ്റ് ഇസ് കിഡ്നീസ്. ഓക്കെ, സോ ഇത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഓർത്തിരിക്കുക. നൗ കമ്മിങ് ടു ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻ. സോ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയുള്ളത്? എ പെയർ ഓഫ് കിഡ്നീസ് അല്ലേ. പെയർഡ് ആയിട്ടുള്ളത് ആരൊക്കെയാ? എ പെയർ ഓഫ് കിഡ്നീസ്, എ പെയർ ഓഫ് യുറേറ്റേഴ്സ്. ഇതാണ് കിഡ്നീസ്. ദെൻ ഈ രണ്ട് ട്യൂബ്സ്, കിഡ്നി എന്ന് പറയുന്ന ഈ രണ്ട് ട്യൂബ്സ് ആണ് യുറേറ്റേഴ്സ്. ദെൻ അൺപെയർഡ് ആണ് യൂറിനറി ബ്ലാഡർ. ഒറ്റ സ്ട്രക്ചറേ ഉള്ളൂ, പെയർഡ് അല്ല. അതുപോലെ തന്നെ അൺപെയർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് യുറേത്ര. ഓക്കെ, സോ എ പെയർ ഓഫ് കിഡ്നീസ്, എ പെയർ ഓഫ് യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ ആൻഡ് യുറേത്ര. ദീസ് ആർ ദ സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. നൗ നമ്മുടെ കിഡ്നീസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കിഡ്നിയുടെ ഔട്ടർ ഒരു കവറിങ് ഉണ്ട്. നമ്മൾ ടിഷ്യൂസൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബോഡീനെ, എൻറ്റയർ ബോഡീനെ കവർ ചെയ്തുകൊണ്ട് ദർ ഈസ് എ കവറിങ്, എപ്പിത്തീലിയൽ കവറിങ് ഉണ്ട്. അത് കൂടാതെ ഈച്ച് ആൻഡ് എവറി ഓർഗാൻ ഇൻസൈഡ് അവർ ബോഡി, ലൈക്ക് ഹാർട്ട് ഹാസ് എ കവറിങ്, ബ്രെയിൻ ഹാസ് എ കവറിങ്, ലൈക്ക് ദാറ്റ് കിഡ്നി ഓൾസോ ഹാസ് എ കവറിങ്. ആൻഡ് ദ ഔട്ടർ ലെയർ ഓർ ദ ഔട്ടർ കവറിങ് ഓഫ് കിഡ്നി ഈസ് കോൾഡ് റീനൽ ക്യാപ്സ്യൂൾ. ഓക്കെ, ഔട്ടർ കവറിങ് ഈസ് റീനൽ ക്യാപ്സ്യൂൾ. ദെൻ ഇനി മെയിൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് പാർട്സ് പറയാം. നമ്മുടെ കിഡ്നിയിൽ ആർട്ടറീസും വെയിൻസും, അതായത് കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആർട്ടറീസും കിഡ്നിയിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് പോകുന്ന വെയിൻസും അതുപോലെ തന്നെ കിഡ്നിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള യുറേറ്റർ, ഇവരൊക്കെ എൻറ്റർ ചെയ്യുന്ന ആ ഒരു എൻട്രി പോയിന്റ് ഉണ്ടല്ലോ, ഒരു ഓപ്പണിംഗ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഹൈലം. ഓക്കെ, സോ ഹൈലം ഈസ് ദ ഓപ്പണിംഗ് ത്രൂ വിച്ച് യുറേറ്റർ, ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് എൻറ്റേഴ്സ് ദ കിഡ്നി. കിഡ്നിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആ ഒരു ഓപ്പണിങ്ങിൻ്റെ പേരാണ് ഹൈലം. ഓക്കെ, നൗ നമ്മൾ കിഡ്നിയുടെ റീജിയൻസിനെ രണ്ട് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഔട്ടർ റീജിയൻ ഈസ് കോൾഡ് കോർട്ടെക്സ് ആൻഡ് ഇന്നർ റീജിയൻ ഈസ് കോൾഡ് മെഡുല. ഓക്കെ, സോ കിഡ്നിയുടെ ദ ഔട്ടർ പാർട്ട് ഓഫ് കിഡ്നി ദാറ്റ് ഈസ് കോൾഡ് കോർട്ടെക്സ് ആൻഡ് ഇന്നർ പാർട്ട്, ഈ ഒരു റീജിയൻ, ഇന്നർ റീജിയൻ ഈസ് കോൾഡ് മെഡുല. സോ മെഡുല്ലയിൽ ഓർത്തിരിക്കേണ്ടത്, മെഡുല്ല റീജിയൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു മെഡുല്ലറി പിരമിഡ്സ്. ഓക്കെ, ഇതെങ്ങനത്തെ സ്ട്രക്ചേഴ്സ് കാണാം. ഈ സ്ട്രക്ചേഴ്സിനാണ് മെഡുല്ലറി പിരമിഡ്സ് എന്ന് പറയുന്നത്. ദെൻ ആ മെഡുല്ലറി പിരമിഡ്സിൻ്റെ ഇടയിലേക്ക് കോർട്ടെക്സ്, ഔട്ടർ റീജിയൻ ആയിട്ടുള്ള കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് കാണാം, വിച്ച് ഈസ് കോൾഡ് കോളംസ് ഓഫ് ബെർട്ടിനി. സോ എല്ലാം ഒന്ന് ഓർത്ത് നോക്കിയേ. ഔട്ടർ കവറിങ് ഈസ് കോൾഡ് ക്യാപ്സ്യൂൾ. ദ ഔട്ടർ ക്യാപ്സ്യൂൾ ഈസ് കോൾഡ്, ഇവിടുന്ന് പറയാം, the outer covering is called a renal capsule. Then
The opening through which ureters, blood vessels and nerves enter the kidney, that is called hilum. Then outer cortex, inner medulla. Medulla is divided into medullary pyramids, and in between the medullary pyramids, cortex extends, and this is called renal columns or columns of Bethany. Medullary pyramid ഇടയിലേക്ക് കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുള്ളതിനെയാണ് columns of Bethany or medullary pyramids എന്ന് പറയുന്നത്. Okay, now coming to the structural and functional unit of kidneys. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ആരാ? നെഫ്രോൺസ്. ഓക്കെ, സോ നമ്മൾ പറയാം ഒരു കിഡ്നിയിൽ ഏകദേശം 1 മില്യൺ നെഫ്രോൺസ് പ്രസൻ്റ് ആണ് എന്നാണ് പറയുന്നത്. 2 മെയിൻ പാർട്സ് ആണ് നെഫ്രോൺസ് എന്നുള്ളത്, റീനൽ ട്യൂബ്യൂൾസ് ആൻഡ് ഗ്ലോമെറുലസ്. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ നെഫ്രോൺ. ഇതിൽ നിങ്ങളെ കാണുന്ന യെല്ലോ അല്ലെങ്കിൽ ആ ഗോൾഡൻ യെല്ലോ കളറിൽ നമ്മൾ കാണുന്ന പാർട്സ്, യെല്ലോ കളറിൽ കാണുന്ന പാർട്സ് ആണ് റീനൽ ട്യൂബ്യൂൾസ്. ഓക്കെ, റെഡ് കളറിൽ കാണുന്നതാണ് ഗ്ലോമെറുലസ്. ഇപ്പം റീനൽ ട്യൂബ്യൂൾസിൽ ഏതൊക്കെ പാർട്സ് ആണുള്ളത്? ഫസ്റ്റ് വൺ ബോമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് ബോമാൻസ് ക്യാപ്സ്യൂൾ, ഈ കപ്പ് ഷേപ്ഡ് പാർട്ടായിട്ടുള്ള ബോമാൻസ് ക്യാപ്സ്യൂൾ. ദെൻ അത് കഴിഞ്ഞതാ ഈ ഒരു റീജിയൻ ആണ് PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ദെൻ ഈ ഒരു ലൂപ്പ് ലൈക്ക് സ്ട്രക്ചർ ആരാ? ഹെൻലേസ് ലൂപ്പ്. ഹെൻലേസ് ലൂപ്പിന് താഴേക്ക് വരുന്നത് ഡിസെൻഡിങ് ലിംബും മുകളിലേക്ക് പോകുന്നത് അസെൻഡിങ് ലിംബ് കേട്ടോ. സോ ദിസ് വൺ ഈസ് ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലേസ് ലൂപ്പ് ആൻഡ് ദിസ് വൺ ഈസ് ദ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലേസ് ലൂപ്പ്. ഓക്കെ, നൗ ഹെൻലേസ് ലൂപ്പ് കഴിഞ്ഞാൽ വരുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ DCT. DCT എങ്ങോട്ടേക്കാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്? കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് വന്ന് DCT ജോയിൻ ചെയ്യും. ഇത്രയാണ് നമ്മുടെ റീനൽ ട്യൂബ്യൂൾസിൻ്റെ സ്ട്രക്ചർ. നൗ ഗ്ലോമെറുലസിലേക്ക് വന്നാൽ ഈ പാർട്ടാണ് ഗ്ലോമെറുലസ്. ഓക്കെ, ഈ പാർട്ടാണ് ഗ്ലോമെറുലസ്, റെഡ് കളറിൽ കാണുന്നത്. സോ ഈ ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് കാപ്പിലറീസ് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും, ദാറ്റ് ഇസ് കോൾഡ് ഗ്ലോമെറുലസ്. അപ്പോൾ ബോമാൻസ് ക്യാപ്സ്യൂളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാ? അഫറൻറ്റ്. ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അഫറൻറ്റ് അല്ലേ. ദെൻ അവിടെ നിന്ന് യൂറിയൊക്കെ റിമൂവ് ചെയ്ത് നല്ല ബ്ലഡ്, യൂറിയ റിമൂവ് ആയ ബ്ലഡ് എടുത്തിട്ട് പോകുന്ന ആളാരാണ്? എഫറൻറ്റ് ആർട്ടീരിയോൾ. സോ അഫറൻറ്റ് ആർട്ടീരിയോൾ വരും, ഇവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും, ആൻഡ് after removal of urea, the blood gets passed through this efferent arteriole. Then this efferent arteriole forms a network which is parallel to the Henle's loop. Henle's loop in parallel ആയിട്ട് ദേ ഇവിടെ ഒരു ബ്ലഡ് വെസൽസിൻ്റെ നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ആൻഡ് ദിസ് ഇസ് കോൾഡ് വാസ റെക്റ്റ. വാസ റെക്റ്റ. ഇത്രയാണ് നമുക്ക് നെഫ്രോൺസിൻ്റെ സ്ട്രക്ചറിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ഈ ഫിഗർ തന്നിട്ട് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാം. സോ ഇത് നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളാണ്, ഇത് ഇങ്ങോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന അഫറൻ്റ് ആണ്, ഇത് അങ്ങോട്ട് തിരിച്ച് ബ്ലഡ് എടുത്തുകൊണ്ട് പോകുന്ന എഫറൻ്റ് ആണ്. ദെൻ ബോമാൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞിട്ട് ആദ്യമുള്ള പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഉണ്ട്. അപ്പം ഇതൊക്കെ മാർക്ക് ചെയ്യാനും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ, അപ്പോൾ ഓർത്തിരിക്കാം. നൗ സോ ഗ്ലോമെറുലസ് along with the Bowman's capsule, ഇത് മുഴുവനായിട്ട് നമ്മളൊരു പേര് വിളിക്കും മാൾപീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. സോ വാട്ട് ഈസ് മാൾപീജിയൻ ബോഡി? ഗ്ലോമെറുലസ് പ്ലസ് Bowman's capsule. ഓക്കെ, ഗ്ലോമെറുലസ് പ്ലസ് Bowman's capsule, അവർ രണ്ടുപേരും കൂടി ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇറ്റ് ഈസ് കോൾഡ് മാൾപീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. ഓക്കെ, നൗ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് യൂറിൻ ഫോർമേഷൻ. നിങ്ങൾ പലരും ഇത് പാടാന്ന് എഴുതി വിട്ടൊക്കെ കളയുന്ന ടോപ്പിക്കാണ്, വളരെ ഈസി ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, സോ ദർ ആർ 3 steps. ഓക്കെ, അപ്പം അതിനു മുമ്പ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്? നമ്മൾ ഇത് നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളാണ്. ഓക്കെ, കപ്പ് ഷേപ്ഡ് പാർട്ട് കോൾഡ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇവിടെ നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ PCT, ദെൻ ഹെൻലേസ് ലൂപ്പ്. നമ്മൾ വളരെ റഫായിട്ടാണ് വരയ്ക്കുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം. DCT which joins to collecting duct. Okay, so
ബ്ലഡ് ആരാ കൊണ്ടുവരുന്നത്? നമ്മൾ പറഞ്ഞു അഫറൻറ്റ് ആർട്ടീരിയോള് ബ്ലഡ് കൊണ്ടുവരും. ഓക്കെ, ഇതാ അഫറൻറ്റ് ആർട്ടീരിയോള് ബ്ലഡ് കൊണ്ടുവന്നു. ദെൻ അതിവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു ആൻഡ് ദാറ്റ് നെറ്റ്വർക്ക് ഈസ് കോൾഡ് ഗ്ലോമെറുലസ് ആൻഡ് ദെൻ the blood after removal of urea it passes through efferent arteriole. So this is afferent and this one is efferent arteriole. Okay, ഇനി ഇവിടെ ഈ അഫറൻറ്റ് ആർട്ടീരിയോളിനെക്കാട്ടിലും തിക്നെസ് കുറവാണ് ആൾക്ക് എഫറൻറ്റ് ആർട്ടീരിയോളിന്. സോ ബ്ലഡ് കൊണ്ടുവരുന്ന അഫറൻറ്റ് ആർട്ടീരിയോളിനെക്കാട്ടിലും തിക്നെസ് കുറവാണ് എഫറൻറ്റ് ആർട്ടീരിയോളിന്. ഓക്കെ, സോ അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു പ്രഷർ, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര ഒരു സ്പേസ് ഉള്ള സ്ഥലത്ത് കൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലഡ് ഭയങ്കര നാരോ ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും അല്ലേ? അത് തന്നെയാണ് ഇവിടെ നടക്കുക. ഇവിടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഈ ഒരു റീജിയനിൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്ലഡിൽ ഉള്ള കമ്പോണൻസ് ഈ ലെയേഴ്സിൽ കൂടെ ഇങ്ങനെ ഫിൽട്ടർ ആവും. ഓക്കെ, ഇതാണ് യൂറിൻ ഫോർമേഷനിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഈ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലുള്ള ബ്ലഡിലെ കമ്പോണൻസ് അത് ഫിൽറ്ററായി ഈ ഒരു സ്ക്വീസ് ആവുക, ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ അതിങ്ങനെ സ്ക്വീസായി ഫിൽറ്ററായി ഈ ലെയേഴ്സിൽ നിന്ന് ഇവിടെ എത്തി. ഇതിന് നമ്മൾ ല്യൂമൻ എന്ന് പറയാം കേട്ടോ. ബൗമാൻസ് ക്യാപ്സൂളിൻ്റെ ല്യൂമനിലേക്ക് അത് എത്തും. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പാണ് ultrafiltration. So there are 3 steps in urine formation. First step is ultrafiltration, which is also called glomerular filtration. Ultrafiltration or glomerular filtration. Second one is reabsorption and third one secretion. So 3 steps. First one ultrafiltration. Ultrafiltrationൽ നമ്മൾ പറയുന്നത് ബ്ലഡ് നമ്മൾ പറഞ്ഞു എവിടെ എത്തി? ബൗമാൻസ് ക്യാപ്സൂളിൽ എത്തിയില്ല. ബൗമാൻസ് ക്യാപ്സൂളിൻ്റെ അങ്ങോട്ട് ഗ്ലോമർലെസ് കൊണ്ടുപോവുകയാണ്. സോ ബ്ലഡ് ഈസ് ഫിൽറ്റേഡ് ത്രൂ സെമി പെർമിബിൾ ഗ്ലോമറുലാർ കാപ്പിലറീസ് അണ്ടർ വെരി ഹൈ പ്രഷർ. സോ ആ ഗ്ലോമർലെസിൻ്റെ കാപ്പിലറീസ്, ബ്ലഡ് വെസൽസ്, അതിൽ കൂടെ നമ്മുടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്യാണ് ഡ്യൂ ടു ദാറ്റ് ഹൈ പ്രഷർ. ഓക്കെ, ഇനി എന്തൊക്കെയായിരിക്കും ആ ഫിൽട്രേറ്റിൽ ഉണ്ടാവുക? ഫിൽട്ടർ ചെയ്ത് വരുന്ന ബ്ലഡിൽ ഉണ്ടാവുക പ്ലാസ്മയിലെ എല്ലാ കമ്പോണൻസും ഉണ്ടാവും എക്സെപ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആൽബമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, പ്ലാസ്മ പ്രോട്ടീൻസ്. ആ പ്ലാസ്മ പ്രോട്ടീൻസ് ഒഴിച്ചിട്ടുള്ള കമ്പോണൻസ് ഒക്കെ പ്ലാസ്മയിലുണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഫിൽട്രേറ്റ് കണ്ടെയ്ൻസ് ഓൾ കമ്പോണൻസ് ഓഫ് ബ്ലഡ് പ്ലാസ്മ എക്സെപ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻസ്. നൗ അവിടെ ഒരു ടേം പഠിക്കാനുണ്ട്, GFR, ദാറ്റ് ഈസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. സോ വാട്ട് ഈസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്? The amount of filtrate formed by both kidneys in 1 minute. ഒരു മിനിറ്റിൽ കിഡ്നി എന്താ? കിഡ്നിയിലെ ഫിൽട്രേഷൻ യൂണിറ്റ്സ് ആണല്ലേ നെഫ്രോൺസ്. അപ്പോൾ കിഡ്നി ബ്ലഡ് ഫിൽട്ടർ ചെയ്യുക. കിഡ്നി എന്താ ചെയ്യുന്നത്? ബ്ലഡിൽ നിന്ന് യൂറിയ അരിച്ച് മാറ്റുക, ഫിൽട്ടർ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ 2 കിഡ്നിയും കൂടി, നമുക്ക് 2 കിഡ്നി ഉണ്ടല്ലോ, 2 കിഡ്നിയും കൂടി ഒരു മിനിറ്റിൽ എത്ര ഫിൽട്രേറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ഫിൽട്രേറ്റ് അവിടെ ഫോം ചെയ്യുന്നു, അതാണ് പിന്നെ റിമൂവ് ചെയ്യുന്നതല്ല, എത്ര ഫിൽട്രേറ്റ് അവിടെ ഫോം ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ GFR എന്ന് പറയുക കേട്ടോ. ദ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ബൈ ബോത്ത് കിഡ്നീസ് ഇൻ 1 minute, ദാറ്റ് ഇസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഓർ GFR. ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ GFR എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? ദാറ്റ് ഈസ് 125 ml പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 125 ml. അത് നമ്മൾ ഒരു ദിവസത്തിൽ 24 hours വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 180 liters ആണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന GFR. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഒരാളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബോഡിയിൽ 180 liters ഫിൽട്രേറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? നമ്മൾ ആരെങ്കിലും ഒരു ദിവസം 180 liters യൂറിൻ എക്സ്ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു നോർമൽ പേഴ്സൺ ഇല്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളും 180 liters യൂറിൻ എക്സ്ട്രീറ്റ് ചെയ്യുന്നില്ല. നോർമൽ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ എക്സ്ട്രീറ്റഡ് ബൈ എ ഹെൽത്തി പേഴ്സൺ ഈസ് 1.5 liters പെർ ഡേ. ഒരു ദിവസം അറൗണ്ട് 1.5 liters ഓഫ് യൂറിൻ ആണ് എക്സ്ട്രീറ്റ് ആവുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ടു ദിസ് 180 liters? ആ 180 liter ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നതിൻ്റെ ഏകദേശം 99% എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് റീഅബ്സോർപ്ഷൻ. അപ്പോൾ റീഅബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ PCT, DCT, കളക്റ്റിംഗ് ഡക്റ്റ് ഒക്കെ വരുന്ന ട്യൂബ്യൂൾ പാർട്ടാണ് കേട്ടോ. ട്യൂബ്യൂൾസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്.
സോ ദ ട്യൂബുലാർ എപ്പിത്തീലിയൽ സെൽസ് ദാറ്റ് ഇസ് PCT, DCT, കളക്റ്റിംഗ് ഡക്ട്, ഹെഡ്ലേസ് ലൂപ്പിന് ചെറിയൊരു റോള്, ഇവരെല്ലാവരും എന്തിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്? റീഅബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യും. സോ റീഅബ്സോർപ്ഷൻ ഫ്രം ദ ഫിൽട്രേറ്റ് ബൈ ദ ട്യൂബുലാർ എപ്പിത്തീലിയൽ സെൽസ്. ഇവിടെ ചില നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സബ്സ്റ്റൻസസ് ഉണ്ട്. അത് ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ. ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ എനർജി യൂസ് ചെയ്തുകൊണ്ടുള്ള റീഅബ്സോർപ്ഷൻ. പാസീവ് എന്ന് വെച്ചാൽ വിത്തൗട്ട് യൂസിങ് എനർജി. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ ഉണ്ട്, പാസീവ് റീഅബ്സോർപ്ഷൻ ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ എന്താ? നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എനർജി ഉപയോഗിച്ച് ട്യൂബ്യൂൾസ് റീഅബ്സോർബ് ചെയ്യുക. അതിൽ വരുന്നതാണ് ഗ്ലൂക്കോസ്, നമുക്ക് വളരെ അത്യാവശ്യമുണ്ട്, അമിനോ ആസിഡ്സ്, സോഡിയം അയോൺസ് ഒക്കെ ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ ആണ്. നൈട്രോജീനസ് വേസ്റ്റ്, അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ബോഡിക്ക് വീണ്ടും തിരിച്ച് യൂറിയ അത് അങ്ങോട്ട് പൊക്കോളില്ലേന്ന്. അല്ല, നമ്മുടെ ബോഡിയുടെ ഒരു ഓസ്മോളാരിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യൂറിയ വേണം. സോ ബോഡിയിൽ യൂറിയ കുറവാണെങ്കിൽ അത് എനർജി ഒന്നും യൂസ് ചെയ്യാതെ പാസീവ്, നമുക്കറിയാം പാസീവ് മൂവ്മെൻറ്റ് അല്ലേ, ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വിത്തൗട്ട് യൂസിങ് എനർജി ഒന്നും യൂസ് ചെയ്യാതെ അത് റീഅബ്സോർബ് ചെയ്യും. വാട്ടറിൻ്റെ കേസിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ദെൻ PCT ആണ് 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ്സും വാട്ടറും നമ്മുടെ ബോഡിക്ക് വേണ്ട മേജർ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്. ദെൻ ലൂപ്പ് ഓഫ് ഹെല്ലെ മെയിൻലി 2 ലിംസ് ഉണ്ടല്ലോ, ഡിസെൻഡിങ് ലിംസ് വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നു, അസെൻഡിങ് ലിംസ് ഹെൽപ്സ് ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, ദെൻ DCT സോഡിയം അയൺസ്, ബൈകാർബണേറ്റ് അയോൺസ്, അതുപോലെ തന്നെ വാട്ടറിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കളക്റ്റിംഗ് ഡക്ട് യൂറിയ, അതുപോലെ തന്നെ കളക്റ്റിംഗ് ഡക്റ്റും ചെറിയ എമൗണ്ടിൽ Na+, സോഡിയം അയോൺസും വാട്ടറും ഒക്കെ റീഅബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഅബ്സോർപ്ഷൻ. ദെൻ കമ്മിങ് ടു സെക്രീഷനിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ റീഅബ്സോർബ് ചെയ്യുക മാത്രമല്ല, ബോഡിക്ക് ആവശ്യമില്ലാത്ത മീൻസ് നമ്മുടെ ബോഡിയുടെ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സമയത്ത് വേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്യും, ഈ ട്യൂബ്യൂളിലേക്ക് സെക്രീറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് സബ്സ്റ്റൻസസ് ആർ എക്സ്ട്രീറ്റഡ് അലോങ് വിത്ത് ദ വേസ്റ്റ് ലൈക്ക് യൂറിയയുടെ ഒപ്പം ഇതും റിമൂവ് ആയി പോകും. അതിൽ മെയിനായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ PCT സെക്രീറ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഈ ഒരു ഫിൽട്രേറ്റിലേക്കാണ് കേട്ടോ. PCT സെക്രീറ്റ് ചെയ്യും, അത് റിമൂവ് ആയി പോകും നമ്മുടെ ബോഡിയിൽ നിന്ന്. So PCT H+, hydrogen ions, which is important to maintain the acid-base balance in our body. H+ ions സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, K+, അതുപോലെ തന്നെ അമോണിയം അയൺസ്, അമോണിയം NH3 സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ലൂപ്പ് ഓഫ് ഹെല്ലിലേക്ക് സെക്രീഷനിൽ വലിയ റോളില്ല. DCTയും അതുപോലെ തന്നെ ഹൈഡ്രജൻ അയൺസ്, പൊട്ടാഷ്യം അയൺസ്, അമോണിയ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. കളക്റ്റിംഗ് ഡക്റ്റ് H+ അയോൺസും K+ അയോൺസും ഈ ഒരു ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ GFR ആണ് കേട്ടോ. ഇതാണ് ഒരു പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സ്പാൻഡ് GFR. സോ വാട്ട് ഈസ് GFR? GFR ഈസ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ്. Glomerular filtration rate. Now, even though in a healthy person 180 liters per day, GFR 180 liters per day ആണ്, but the amount of urine released per day is only about 1.5 liters. Give reason. Why? Because 99% of filtrate is reabsorbed by the tubular part of kidneys. By the tubular part of nephrons. Tubular part ആയിട്ടുള്ള PCT, Henle's loop, DCT, collecting duct ഒക്കെ ഇൻവോൾവ് ചെയ്ത് 99% of the filtrate is reabsorbed by the tubular part and the amount of urine excreted will be only 1.5 liters per day. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, now write the significance of reabsorption in urine formation. So of the following substances, which one is reabsorbed by active transport? So active reabsorption നടക്കുന്ന ആരാ? ഗ്ലൂക്കോസ് ആണ് കേട്ടോ. നൈട്രോജീനസ് വേസ്റ്റും വാട്ടറും ഒക്കെ പാസീവ് റീഅബ്സോർപ്ഷൻ ആണ്. സോ ദിസ് റീഅബ്സോർപ്ഷൻ ഈസ് വെരി എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ ദ ആസിഡ് ബേസ് ബാലൻസ് ഓഫ് അവർ ബോഡി. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ വാട്ടർ സോൾട്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ റീഅബ്സോർപ്ഷൻ പ്രോസസ്സാണ്. നമ്മുടെ ബോഡിയുടെ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ വാട്ടർ സോൾട്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഈ ഒരു റീഅബ്സോർപ്ഷൻ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
പിന്നെ നമ്മൾക്ക് ഇത്രയും ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം തന്നെ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2, ബിക്കോസ് പാർട്ട് 2ലാണ് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻ വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒറ്റ വീഡിയോയിൽ ഇത് ഫുൾ ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ 2 ടോപ്പിക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾ ഇത്രയും പോർഷൻസ് ക്ലിയർ ആക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ റെഗുലേഷൻ പാർട്ട് ഡിസ്കസ് ചെയ്യും. താങ്ക്